നമസ്കാരം. ADGP MR അജിത് കുമാർ ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നൽകിയ പരാതിയിൽ വീണ്ടും പ്രതികരണവുമായി PV അൻവർ രംഗത്ത് വന്നിരിക്കുകയാണ്. താൻ നൽകിയത് സൂചനാ തെളിവുകളാണ്, അത് അന്വേഷിക്കേണ്ടത് ഏജൻസികളാണ്. എനിക്ക് ഇവരെ ജയിലിലാക്കാൻ കഴിയില്ല, എല്ലാത്തിനും നടപടിക്രമമുണ്ട്, അത് പ്രകാരം നടക്കും എന്നാണ് അൻവർ പറയുന്നത്. ഉദ്യോഗസ്ഥർക്കെതിരായ പരാതി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് നൽകിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അൻവർ. ഇത് അന്തസ്സുള്ള സർക്കാരും മുഖ്യമന്ത്രിയും പാർട്ടിയുമാണ് എന്നാണ് അൻവർ പറയുന്നത്. അവരുടെ മുന്നിലാണ് എന്റെ പരാതി നൽകിയിട്ടുള്ളത്, ജനങ്ങളുടെ മുന്നിലാണ് ഞാൻ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുള്ളത്. ഹെഡ് മാസ്റ്ററെ കുറിച്ച് പരാതി നൽകിയാൽ അദ്ദേഹത്തിന് കീഴിലുള്ള അധ്യാപകരും പ്യൂണുമല്ല അന്വേഷിക്കുക. അങ്ങനെയുള്ള ഒരു നയം ഉണ്ടാക്കുമോ? ഞാൻ പരാതി നൽകിയിട്ട് ഒരു ദിവസമേ ആയിട്ടുള്ളൂ, അത് പഠിക്കട്ടെ, അതിന് നടപടിക്രമങ്ങളുണ്ട്, അത് പ്രകാരം നടക്കും എന്നാണ് അൻവർ പറയുന്നത്. ഗവൺമെന്റും മുഖ്യമന്ത്രിയുമാണ് അത് തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ പാർട്ടിക്കും ആ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമായും ഈ പാർട്ടിയെ കുറിച്ച് നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ഇതൊരു അന്തസ്സുള്ള പാർട്ടിയാണ്, അന്തസ്സുള്ള ഗവൺമെന്റാണ്, അന്തസ്സുള്ള മുഖ്യമന്ത്രിയാണ്. ആ അന്തസ്സുള്ള മുഖ്യമന്ത്രി, അന്തസ്സുള്ള ഗവൺമെന്റ്, അന്തസ്സുള്ള പാർട്ടി, അവരുടെ മുന്നിലാണ് എൻ്റെ പെറ്റീഷൻസ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ജനങ്ങളുടെ മുന്നിലാണ് ഈ കാര്യങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒരു 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 കാര്യം, ഒരു സൂചന പറയുകയാണെങ്കിൽ, ഹെഡ് മാസ്റ്ററെ കുറിച്ചൊരു പരാതി വന്നു, വളരെ സീരിയസ് ആയ പരാതി ഹെഡ് മാസ്റ്ററെ കുറിച്ച്. അതാരാ അന്വേഷിക്കുക? ആ സ്കൂളിലെ കൂടെ പ്രവർത്തിക്കുന്ന അധ്യാപകനും അവിടുത്തെ പ്യൂണും ബെല്ലടിക്കുന്നവനാണോ അന്വേഷിക്കുക? എന്നിട്ട് ആ അദ്ദേഹത്തിന് തന്നെയാണോ റിപ്പോർട്ട് കൊടുക്കുക? അല്ലല്ലോ. അങ്ങനെയുള്ള ഒരു നയം ഉണ്ടാവും തോന്നുന്നുണ്ടോ? അല്ല ഞാൻ ചോദിക്കട്ടെ, അല്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമോ? അല്ല അതിപ്പോ ഇന്ന് തന്നെ അത് നടക്കണം. ഇന്നലെയല്ലേ പെറ്റീഷൻ കൊടുത്തിട്ടുള്ളൂ, ഇത് പഠിക്കണ്ടേ? അതിന്റെ പ്രൊസീജിയർ ഇല്ലേ? അല്ല അതെനിക്കറിയില്ല. അത് നിങ്ങൾക്കുള്ള തിരക്ക് എനിക്ക് ആ കാര്യത്തിലില്ല. എനിക്ക് ഇതിന് പ്രൊസീജിയർ പാലിക്കേണ്ടതുണ്ട്. ആ പ്രൊസീജിയർ അനുസരിച്ച് കാര്യങ്ങൾ നീങ്ങും. അല്ലാതെ ഈ പറഞ്ഞതുപോലെ ആ ഹെഡ് മാസ്റ്റർ കസാലയിൽ ഇരുന്നിട്ട് പ്യൂണത് അന്വേഷിക്കും എന്ന അഭിപ്രായം എന്നുള്ള അതിന്റെ ഉത്തരവാദിത്വം ഈ ഗവൺമെന്റിന്, ഈ പാർട്ടിക്കൊക്കെ ഇല്ലേ? തൃശൂർ പൂരത്തിനെ പറ്റിയും അൻവർ പറഞ്ഞു. നീതിപൂർവമായ അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കുമെന്നും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുമെന്നും തന്നെ ഉറച്ചു വിശ്വസിക്കുന്നു. മുഖ്യമന്ത്രിക്ക് ഒരിക്കലും വീഴ്ച സംഭവിച്ചിട്ടില്ല. അദ്ദേഹം വിശ്വസിച്ച് ഏൽപ്പിച്ചവർ ഈ വിശ്വാസത നിറവേറ്റൂ എന്നാണ്, ഏൽപ്പിച്ചവനല്ല അതിന് ഉത്തരവാദി എന്നാണ് അൻവർ പറയുന്നത്. അല്ല, അവർക്ക് ഇതിനെപ്പറ്റി അത്ര ഡീറ്റെയിൽഡ് അറിയുന്നുണ്ടാവില്ല, അവരിതിനെക്കുറിച്ച് അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് അന്വേഷിച്ചിട്ടുണ്ടാവില്ല. ഞാൻ അത്രയും ഡീറ്റെയിൽഡായി അന്വേഷിച്ച് ജനങ്ങളുടെ വികാരം, എൻ്റെ പാർട്ടി പ്രവർത്തകരുടെ വികാരം എല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. എന്തുകൊണ്ട് ഈ പോലീസ് ഇങ്ങനെ, എന്തുകൊണ്ട് ഈ പോലീസ് ജനങ്ങളെങ്ങനെ നിരന്തരമായി ഉറപ്പിക്കുന്നു? എന്താണ് ഇതിന് കാരണം? എന്തുകൊണ്ട് തൃശൂർ പൂരം കലക്കുന്നു? എന്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുത്ത ചടങ്ങിൽ അലങ്കോലപ്പെടുത്തിയവർ അങ്ങനെ അലങ്കോലപ്പെടുത്തിയിട്ടില്ല, അവർ അക്രമികളാണെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുമ്പോൾ, അത് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിയുമ്പോൾ സഖാക്കൾക്കെതിരെ കേസെടുക്കുന്നു. ഇങ്ങനെ ഒരു വൃത്തികെട്ട പോലീസ് അങ്ങനെ അങ്ങ് ഉണ്ടാകുമോ കേരളത്തിൽ? ആ അന്വേഷണമാണ് ഇന്നിവിടെ എത്തിച്ചിട്ടുള്ളത്. ഞാൻ അത്രയും വിശദമായി പഠിച്ച് ജനങ്ങളുടെ വികാരം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. എന്തുകൊണ്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥർ ജനങ്ങളെ നിരന്തരം വെറുപ്പിക്കുന്നു? എന്താണ് ഇതിന് കാരണം? എന്തുകൊണ്ട് തൃശൂർ പൂരം കലക്കുന്നു? ആ അന്വേഷണമാണ് എന്നെ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. അഴിമതിക്കും അക്രമത്തിനുമെതിരെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സർക്കാരിനെതിരായ ലോബിക്കെതിരെയുള്ള പ്രവർത്തനമാണ് ഇത്. താൻ ഉയർത്തിയ വിഷയങ്ങളുമായി പൊതുസമൂഹത്തിന് മുന്നിൽ ഉണ്ടാകുമെന്നും PV അൻവർ പറയുന്നു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.